ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ നേരത്തെ തന്നെ എണീക്കണം കേട്ടോ. കാരണം മദ്രസ ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കണം. അപ്പം രാവിലെ തന്നെ ചായക്കാണ് ഫസ്റ്റ് തന്നെ വെള്ളം വെക്കുക. അപ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എന്താ പറയുക ഒരു സൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി മാറ്റി. കാരണം നമുക്ക് അടുത്ത പാത്രങ്ങൾ കഴുകി കയറ്റണമല്ലോ. അങ്ങനെ രാവിലെ എന്താ പറയുക പഴം പുഴുങ്ങിയതാട്ടോ കുട്ടികൾക്ക് കൊടുക്കണം മദ്രസയിൽ പോകുമ്പോൾ. അങ്ങനെ ഇന്നത് വേണം നിർബന്ധമൊന്നുമില്ല. പഴം പുഴുങ്ങിയതായാലും പിന്നെ മിക്സ്ചറോ ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ മാവുണ്ടായിരുന്നു, ദോശമാവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് പിന്നെ അവരെ പോയി വിളിച്ച് അപ്പോഴത്തേനൊക്കെ നമ്മളെ പഴമൊക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടി തൊലിച്ചൊക്കെ വെച്ച് അപ്പോഴത്തേനും മോന് നിസ്കാരം കഴിഞ്ഞാൽ വരും. പിന്നെ രണ്ടാളും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ മൂന്നാളും കൂടി ആട്ടോ മദ്രസയിലോട്ട് പോവുക. കാരണം രാവിലെ മദ്രസയ്ക്ക് ഞാൻ കൊണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ ഞങ്ങളവിടെ മഴ പെയ്തപ്പോൾ നിൽക്കുന്ന വെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ പെയ്താൽ പിന്നെ വെള്ളം ഈ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും. പിന്നെ മഴ ഒന്നും നിൽക്കണം. കാരണം നമ്മളെ കുളത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതൊക്കെ നീന്തി വേണം രാവിലെ മദ്രസയിലോട്ടും എവിടേക്കായാലും നമുക്ക് ഇറങ്ങണേയും പോകാം. അങ്ങനെ മക്കളെ മദ്രസയിലേക്ക് എത്തി സലാം ചൊല്ലി അവർ മദ്രസയിലോട്ട് പോയി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഞാൻ കുറച്ച് നടക്കലുണ്ട്. എന്നുമില്ല, മദ്രസയിൽ പോകുന്ന ദിവസം മാത്രം ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കും. അപ്പോൾ റോഡിൽ ബസ്സൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ എന്താ പറയുക വരിയായിട്ട് എഴുന്നള്ളിപ്പിന് വെച്ച മാതിരിക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ കണ്ട് കോളേജിൻ്റെ എന്താ പറയുക നമ്മൾ രാജാ ഗേറ്റിനുള്ളിൽ കൂടെ നടക്കൽ തുടങ്ങിയിട്ട് എത്ര നായ്ക്കൾ കണ്ടോ. ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ മക്കളെ ആക്കാൻ വേണ്ടി പോകുന്നത് തന്നെ. കാരണം നായ്ക്കളുള്ളതുകൊണ്ടാണ് ഭയങ്കര ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പേടിയാണല്ലോ. എങ്ങനെതാ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. ഭയങ്കര രസം. അത് എങ്ങനെ പറഞ്ഞാൽ അറിയുമെന്നറിയില്ല. പക്ഷെ ഭയങ്കര സൗണ്ടും കിളികളുടെ സൗണ്ടും നല്ല മണവും മണ്ണിൻ്റെ മണവും. കാരണം മഴ തലേന്ന് പെയ്തുകൊണ്ടിട്ടുണ്ട്, നല്ലൊരു ഇതുണ്ടാകുന്നു. അങ്ങനെ വരുന്ന വഴിക്കാട്ടോ നെല്ലിക്ക കണ്ടത്. നല്ല നെല്ലിക്ക ഉണ്ട്, ചെറിയ നാടൻ നെല്ലിക്ക ഉണ്ട്. അങ്ങനെ നടക്കുന്ന വഴിയോടെ വരുന്ന വഴിക്ക് എടുക്കണം. നമ്മൾ മാത്രമല്ല രാവിലെ എക്സസൈസിന് ഇറങ്ങുന്നത്. ഇപ്പോൾ രാവിലെ എന്താ പറയുക മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്ന പോലെ തന്നെ ഈ പൂമ്പാറ്റകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പറന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരും അതുപോലെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എത്തി ജനാലൊക്കെ തുറന്നിട്ടു. കാരണം മക്കൾ വരുന്ന എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഉഴുന്നിൻ്റെ മാവ് ഉള്ളതുകൊണ്ട് തന്നെ മസാല ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കി വേണ്ടിയിട്ടോ രാവിലെ. പിന്നെ ചട്നിയും കാര്യങ്ങളൊന്നുമില്ല. ഈ മസാല കൂട്ടിയിട്ട് തന്നെ കുട്ടികൾ കഴിച്ചോളും, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും പിന്നെ അതുപോലെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലൊരു മസാല ഉണ്ടാക്കി വെച്ച് പിന്നെ മക്കൾ വന്നതിന് ശേഷം ദോശ ചുട്ട് മസാല നടുവിൽ വെച്ച് സെറ്റാക്കി കൊടുക്കാൻ മതിയല്ലോ. അപ്പം ആദ്യം മസാലയൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരം പോയി കിടന്നിട്ടോ. പിന്നെ കുട്ടികളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ എണീറ്റ് അവർക്ക് ദോശയൊക്കെ ചുട്ട് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇത്രയും ചെയ്ത പാത്രങ്ങളൊക്കെ ഞാനെടുത്ത് കഴുകി. പിന്നെ കുട്ടികളെ കുപ്പിയും പാത്രമൊക്കെ കഴുകി ഒന്നുകൂടെ വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് ആ സമയമായപ്പോൾ തന്നെ പിന്നെ കുട്ടികൾ വന്ന് ദോശ ചുട്ട് ദോശ കൊടുത്ത്. ഇനിയും വലിപ്പമുണ്ടാവും മസാല ദോശ. പക്ഷെ നമ്മളെ പാത്രത്തിനനുസരിച്ചുള്ള വലിപ്പമല്ല നമുക്ക് ദോശ ആക്കാൻ പറ്റുള്ളൂ. വലിയ പാനാണെങ്കിൽ വലിയ ദോശ ആക്കുക. പക്ഷേ ഇപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ ദോശയും എന്നാലും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. പറ്റ ചെറുതൊന്നുമല്ല. എന്തായാലും എന്താ പറയുക ഒന്ന് തിന്നാൽ തന്നെ ഏകദേശം വയറൊക്കെ നിറയും. മോൾ ഒന്നേ തിന്നിട്ടുള്ളൂ കേട്ടോ. അതിന് പിന്നെ ഒരു ദോശയും കൂടി ചുടിച്ച് മസാലയും കൂട്ടി തിന്ന്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ നുഹ? ഇഷ്ടമായോ? നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ മസാല ദോശയൊക്കെ തിന്ന് ഞങ്ങളിതാ സ്കൂളിൽ പോകാൻ റെഡിയായി 2 പേരും മാറ്റി ഒരുങ്ങി ചുന്ദരി മണികളായിട്ട് ഇതാ പോവുകയാണ്. എവിടെ പോവുകയാണെങ്കിൽ ഞാൻ ക്യാമറ ഓണാക്കിയാൽ അവർക്ക് ഉമ്മ തരണം, സലാം പറയണം. അതൊക്കെ കഴിഞ്ഞിരുതാ ഈ വെള്ളം ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനതാ അമ്മ കണ്ടില്ലേ പാൻ്റൊക്കെ കയറ്റി വെച്ച് നടന്ന് പോകണം. അങ്ങനെ 2 പേരും കൈയൊക്കെ പിടിച്ച് പോയി. ഞാൻ എന്താ പറയുക ഇവിടുന്ന് അങ്ങ് എത്തണ വരെ ഞാൻ നോക്കി നിൽക്കും. അങ്ങനെ ഒരു പോയാൽ പിന്നെ ഞാൻ അകത്തോട്ട് കയറും. അപ്പോൾ എന്തൊക്കെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എന്തൊക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ അതാ ഞങ്ങളെ വീട്ടിൽ റോസാപ്പൂവിൻ്റെ മുട്ട കിട്ടിക്കണേ.